ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധികയും വരുണും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്നാലും ഗോവിന്ദേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മ കേട്ടായിരുന്നോ? ഗീതുവിനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് ഗോവിന്ദേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആൾ തന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? എന്നാലും വരുൺ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്ത് ടെൻഷൻ അമ്മേ? അവൻ പറഞ്ഞത് ഗീതുവിനെ കുറിച്ചാണോ എന്നുള്ളൊരു ടെൻഷൻ. എന്ത് വർത്താനം അമ്മേ? ഗോവിന്ദേട്ടൻ എടുത്തെടുത്ത് പറയുന്നത് അമ്മ കേട്ടതല്ലേ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ സംശയിക്കുന്നേ? അതല്ല മോനെ, എൻ്റെ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഈ അവൻ പറയുമ്പോൾ കാഞ്ചനയുടെ നേരെയും വിരൽ ചൂണ്ടി. അപ്പോൾ കാഞ്ചനയെ അവൻ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സംശയം നമ്മളിലേക്ക് എത്തുമെന്നല്ലേ? അങ്ങനെയൊന്നുമില്ലമേ. ഇത് ആ ഗീതുവിനെ ശവപ്പെട്ടിയിലിട്ട് അടയ്ക്കാൻ അവസാനത്തെ ആണിയാ. എന്തായാലും കിഷോറിൻ്റെ പണി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദേട്ടൻ മൂക്കറ്റം കുടിച്ച് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ട് നിന്നത്. എനിക്കെല്ലാം മനസ്സിലായി. അമ്മയ്ക്കാ ഒന്നും മനസ്സിലാവാത്തത്. എന്തായാലും അമ്മ നോക്കിക്കോ, ഇത്രയും നേരം ഗോവിന്ദേട്ടൻ പറഞ്ഞത് ഗീതുവിനെ കുറിച്ച് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനാണ്. ഗോവിന്ദാണെങ്കിൽ ഭയങ്കര ഉറക്കത്തിൻ്റെ ഇടയിലും ഗീതു ഗോവിന്ദനെ നേരെയൊക്കെ കെടുത്തുക. അപ്പോഴേക്കും ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് ആ സ്വപ്നം കടന്നു വന്നു. കിഷോർ പറയുന്ന ഓരോ വാക്കുകളും ഗോവിന്ദൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതും കിടന്നോടത്ത് നിന്ന് ഗോവിന്ദ് ചാടി എഴുന്നേറ്റു. കൊല്ലണം, അവനെ കൊല്ലണം, വെറുതെ വിട്ടുകൂടാ അവനെ ജീവിക്കാൻ അനുവദിക്കരുത്. ആരെ എന്നും ഗീതു ചോദിക്കുക. ആ ഇയാങ്കോയോ? അതെ, അവനാണ് എൻ്റെ ഹൃദയം തകർത്തത്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളെ അവൻ ഓരോ വാക്കുകൾ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. ഇല്ല, നീ എൻ്റെ ജീവനാണ് ഗീതു. നിന്നെ ഞാൻ ഒരിക്കലും അവിശ്വസിക്കില്ല. നിന്നെപ്പോലൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലുള്ളത് എൻ്റെ സന്തോഷമാണ്, സമാധാനമാണ്. ആഹാ എന്തൊരു രസം. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തു വെച്ചാലേ AGMൻ്റെ അടുത്ത ബോർഡ് മീറ്റിങ്ങിന് പ്രദർശിപ്പിച്ച ഏറ്റവും നല്ല അഭിനയത്തിനുള്ള അവാർഡ് കണ്ണേട്ടിന് കിട്ടും. അതുകൊണ്ട് വീഡിയോ എടുക്കാം. നീ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കരയാൻ തുടങ്ങി. ഗോവിന്ദൻ്റെ കരച്ചിൽ കണ്ടതും ഗീതു അയ്യേ എന്തിനാ ഇപ്പോൾ കരയുന്നേ എന്ന് ചോദിക്കുക. എന്നാലും അവൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയല്ലോ. അവൻ കള്ളൻ. അവനെ കൊല്ലണം, കൊന്ന് കൊല വിളിക്കണം. ആരെ? ആ ഇയാങ്കോയോ? അതെ, ഇയാങ്കോ. അവനെ കൊന്നേ മതിയാവൂ. ഈശ്വര, ആരാണാവോ ഈ ഇയാങ്കോ എന്നും ഗീതു ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക. കണ്ണേട്ട ഇനിയും പറ. ഞാൻ വെറുതെ വിടില്ല, അവനെ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ടൊരൊറ്റ വീഴ്ച. തീർന്നു, ഡെഡ് ബോഡി ആയി തോന്നുന്നു. ഈശ്വര, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു മൊബൈൽ സേവ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെക്കുക. എന്നാലും ആരായിരിക്കും ഈ ഇയാങ്കോ? ഈ കണ്ണേട്ടനെ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുത്താനും മാത്രം അയാൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ആരെങ്കിലും ആവട്ടെ, എന്തായാലും ഇപ്പോൾ കണ്ണേട്ടൻ്റെ മൊബൈൽ എടുക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ മൊബൈൽ എടുക്കാനായിട്ട് പോവുക. അപ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിൻ്റെ കൈ കയറിപ്പിടിച്ചു. ആരാടി നീ? എന്തിനാടി എൻ്റെ പോക്കറ്റിൽ കയറുന്നേ? ഇതൊക്കെ നല്ല ബോധമുണ്ടല്ലേ? നല്ല ബോധമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിൻ്റെ കൈയെ ഇറുക്കി പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. ഈശ്വര, ഈ കൈ ഞാൻ എങ്ങനെ അഴിക്കും എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിഷോറിനെയാണ്. കിഷോർ വീട്ടിലെത്തിയതും കതക് തുറന്നപ്പോൾ അമ്മയും ശ്രീജയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താടാ, പാതിരാത്രിയാണോ നീ കയറി വരുന്നേ? അത് പിന്നെ എൻ്റെ വർക്കിൻ്റെ തിരക്ക് അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ലല്ലോ. എന്നാലും നീ ചെയ്യുന്നതൊന്നും ശരിയല്ല മോനെ. അവർണിക അവൾ പ്രഗ്നൻ്റാ. ആ സമയത്ത് അമ്മയാകാൻ പോകുന്ന ആ കൊച്ചിൻ്റെ അടുത്ത് നീ ഉണ്ടാവണം. നേരത്തെ വരാൻ പറഞ്ഞ അന്ന് മുതൽ നീ വൈകിയാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താടാ? അമ്മേ, നിങ്ങൾക്കൊന്നും എൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തോരം ജോലിഭാരമാണെന്നറിയാമോ എൻ്റെ തലയിൽ? ജോലിഭാരം കൂടി എനിക്കിപ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. ഉണ്ടാക്കി വെച്ച കടം മുഴുവനും വീട്ടണമെങ്കിലേ എനിക്ക് ഇതുപോലെ ഭാര്യയും കൊഞ്ചിച്ചുകൊണ്ടിരുന്നാൽ പോരാ. ഓഫീസിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ അത് നടക്കൂ. എടാ കിഷോറെ, പറയുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ആ പെങ്കൊച്ച് നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ടും നീ ചെയ്തത് ശരിയാണോ? അപ്പം ശ്രീജ, എന്നാലും അവർണിക ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് ശരിയല്ല. ചേച്ചി എന്തുമാത്രം ആഗ്രഹിച്ചെന്നറിയാമോ? എന്നിട്ട് അവൾ ഉറങ്ങിയോ? ഇത്രയും നേരം നിങ്ങളെ കാത്തിരുന്നു, എന്നിട്ടും ചേട്ടൻ വരാതായപ്പോൾ പോയി കിടന്ന് ഉറങ്ങി. പാവമുണ്ട് കേട്ടോ, പാവം കിട്ടും എന്നൊക്കെ പറയാം. ഞാനെന്ത് പറഞ്ഞാലും ആർക്കും ഒരു സങ്കടം ഇല്ലല്ലോ. അവർണികയുടെ സന്തോഷവും സങ്കടവും മാത്രമാണ് നിങ്ങൾ നോക്കുന്നത്. എനിക്ക് എന്തോരം ജോലിയുണ്ടെന്ന് നിങ്ങൾക്ക് വല്ലതും അറിയണോ എന്നൊക്കെ ചോദിക്കുക. എത്രയൊക്കെ ജോലി ഉണ്ടെങ്കിലും ഭാര്യ ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്നതും അവൾ ഉറങ്ങിക്കോന്നൊക്കെ ഒരു വാക്ക് നിനക്ക് പറയായിരുന്നല്ലോ. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കായിരുന്നല്ലോ. അതുപോലും ചോദിക്കാതെയുള്ള എന്ത് തിരക്ക് ജോലിയാടാ നിനക്കുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. ഈ സമയം ശ്രീജ,
എന്നാലും വേണ്ടായിരുന്നു. ചേച്ചിയോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ചേച്ചി ഒരു പാവമായതുകൊണ്ടാണ് ഏട്ടനെ സഹിക്കുന്നത്. ഇത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഏട്ടനെ ഇട്ടിട്ട് പോയാനെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജയും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക. ഇതാണല്ലോ എനിക്ക് വേണ്ടത്. എടി അവർണികെ, നിന്നെ ഞാൻ എന്നിൽ നിന്നും ഒഴിവാക്കും. അതിനുശേഷം നിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല. നിന്റെ സ്ഥാനത്ത് ഗീതു വരും. ഗീതുവിനെയാണ് എനിക്ക് വേണ്ടത്. അവൾ എന്നോടൊപ്പം കൂടണം. അവളുടെ സ്വത്തും പണവും എനിക്ക് മാത്രമുള്ളതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിഷോർ ഇങ്ങനെ ആലോചിച്ചിട്ട് ബാഗിലിരുന്ന സ്പ്രേ എടുത്ത് അടിക്കുകയാണ്. ഗീതു അടിക്കുന്ന പോലത്തെ അതേ മണമുള്ള അതേ സ്പ്രേ അതെടുത്ത് അടിച്ചതിന് ശേഷം മതി, ഇത് മാത്രം മതി. ഗീതു അടിക്കുന്ന ഈ ചന്ദനത്തിൻ്റെ മണമുള്ള സ്പ്രേ അടിച്ച് ഞാൻ അവർണികയുടെ അടുത്തേക്ക് പോയാൽ അവർണികയ്ക്ക് സംശയം വരും. എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കിഷോർ പതുക്കെ മുറിയിലെത്തിയതും അവർണിക കണ്ണുടച്ച് കിടക്കുക. ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോൾ കിഷോർ ഷർട്ട് ഊരിയിട്ട് ആ ഷർട്ട് നന്നായിട്ട് മണത്ത് നോക്കുക. നല്ല ചന്ദനത്തിൻ്റെ മണം എന്നും പതുക്കെ ഇങ്ങനെ പറയുക. അത് കേട്ടതും അവർണികയുടെ കണ്ണ് നിറഞ്ഞു. കണ്ണ് തുറന്ന് അവർണിക ആലോചിച്ചു ഗീതു പറഞ്ഞ കാര്യങ്ങൾ, ഗീതുവിനോട് അവർണിക ചോദിച്ച കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ ക്യാബിനിലേക്ക് വരുമ്പോൾ നല്ല ചന്ദനത്തിൻ്റെ സുഗന്ധമാണ്. അത് കേട്ടതും ഗീതു, അത് ഞാൻ അടിക്കുന്ന സ്പെഷ്യൽ ബോഡി സ്പ്രേയാ. ഇത് അടിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ചന്ദനത്തിൻ്റെ മണം മാറില്ല. പിന്നെ ഞാനിപ്പോൾ അവർണിക കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ അവർണികയുടെ മേത്തും ഉണ്ടാവും ആ മണം. അതൊക്കെ ആലോചിച്ചപ്പോൾ അവർണികയ്ക്ക് നല്ല സംശയം. ദൈവമേ, ഗീതാഞ്ജലി ഇനി എൻ്റെ കിച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണോ അങ്ങനെ നല്ല മണം വരുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോഴേക്കും കിഷോർ, ഇത് തന്നെയാണല്ലോ എനിക്കും വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ആ ഷർട്ട് പതുക്കെ അവിടെ വെച്ചിട്ട് ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിൽ കയറിയതിന് ശേഷം നമ്മുടെ അവർണിക കിഷോറിനെ തിരിഞ്ഞു നോക്കുക. എന്നാലും അവൻ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായി പോയല്ലോ. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്നെ അവൻ വെറുത്തല്ലോ. ഒരു വാക്ക് പോലും എന്നെ വിളിച്ച് ചോദിക്കുന്നില്ല. എന്തായാലും അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പക്ഷേ ഗീതാഞ്ജലി ഞാൻ എൻ്റെ സ്വന്തം കൂട്ടുകാരിയായിട്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിട്ട് സ്നേഹിച്ചു. എന്നിട്ട് അവളും എന്നെ ചതിച്ചു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ കിച്ചുവിനോടൊപ്പം തന്നെ ചുറ്റിക്കറങ്ങുക. എൻ്റെ കിച്ചുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളാ എല്ലാത്തിനും കാരണം ആ ഗീതാഞ്ജലി. വെറുതെ വിടില്ല ഞാൻ അവളെ. എൻ്റെ കിച്ചുവിനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ അവളെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് അവർണിക ആലോചിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും കിടക്കുക. അപ്പോൾ കിഷോർ ബാത്റൂമിനകത്തെ കണ്ണാടി ചില്ല് വഴി അവർണികയെ നോക്കുകയാണ്. പ്ലാൻ സക്സസ് ആയി. അവൾക്ക് നല്ല സംശയമുണ്ട്. ചന്ദനത്തിൻ്റെ മണമുള്ള ഈ സെൻ്റ് ഇട്ട് ഞാൻ കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണല്ലോ എന്നും പറഞ്ഞ് കിഷോർ കുളിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. എങ്ങനെയാ ഈ കണ്ണേട്ടൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ എടുക്കുന്നത്, എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇത് പതുക്കെ പോയി ഗോവിന്ദനെ കയറ്റി കിടത്തിയതിന് ശേഷം ഗോവിന്ദൻ്റെ മൊബൈൽ എടുക്കുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദ് കൈ കയറി പിടിച്ചു. എന്തിനാടി നീ എൻ്റെ മൊബൈൽ എടുക്കാൻ നോക്കുന്നേ? എന്താടി? അതേ, കണ്ണേട്ട മൊബൈൽ അടിക്കുന്നു. അത് കേട്ടതും ഗോവിന്ദ് അടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുക. അപ്പോൾ ശരിക്കും ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടതും തൻ്റെ കൈയെടുത്ത് കാതിൽ വെച്ചിട്ട് ഹലോ ഇത് വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ സംസാരിക്കുക. അപ്പോഴേക്കും ഗീതു ഇതിൽ ഗോവിന്ദൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു. അതിനുശേഷം കോള് കട്ട് ചെയ്ത് വിട്ടിട്ട് ഗീതു ഭാഗ്യം രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിക്കണം. അപ്പോൾ ഗോവിന്ദ് നല്ല കൂർക്കം വലിച്ചുറങ്ങുക. അപ്പോൾ ഗീതു ലോക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്തായിരിക്കും ലോക്ക്? എന്തായാലും എൻ്റെ പേരായിരിക്കില്ല. രാധികാമ്മ. അതല്ലല്ലോ. AGM ഗ്രൂപ്പ്. ഇതും അല്ലല്ലോ. പ്രിയ. പ്രിയും അല്ലല്ലോ. പിന്നെ എന്തായിരിക്കും മൊബൈലിലെ ലോക്ക്? എന്തായാലും ഒന്ന് ഫേസ് ലോക്ക് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഓണാക്കിയിട്ട് ഗോവിന്ദൻ്റെ നേരെ മൊബൈൽ വെക്കുക. അപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുക. എന്താ എന്ന് പറഞ്ഞുകൊണ്ട് താഴെ വീണ്ടും കിടക്കുവാണ്. അപ്പോഴേക്കും മൊബൈൽ ഓണായി. കൊള്ളാലോ, കള്ളൻ ഫേസ് ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണല്ലേ, കൊച്ചു കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പെട്ടെന്ന് തന്നെ മൊബൈൽ ഓണാക്കി. എന്നിട്ട് വാട്സപ്പ് എടുത്തു. അതിൽ നിന്നും രഞ്ജു അയച്ച ബയോഡാറ്റകളെല്ലാം എടുത്ത് ചെക്ക് ചെയ്തു. അതിനുശേഷം മൊബൈൽ അവിടെ വെച്ചു. പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു. രഞ്ജു ഗോവിന്ദനുള്ള ചായയും കൊണ്ടുവരികയാണ്. ഗോവിന്ദേട്ടാ, അതെ ഗോവിന്ദേട്ടാ, എഴുന്നേക്ക്. എന്താ രഞ്ജു? ഗോവിന്ദേട്ടാ, ഇന്നലെ രാത്രി ഗോവിന്ദേട്ടൻ എന്തൊക്കെയാ ഇംഗ്ലീഷിൽ പറഞ്ഞത്? ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അങ്ങനെയൊക്കെ പറഞ്ഞോ? പിന്നെ ഇത്ര ഇംഗ്ലീഷ് പിന്നെ ഞാൻ ആരുടെ അടുത്തുനിന്ന് കേൾക്കാനാ? ഇത്തിരി ഇന്നലെ കുടിച്ചത് കൂടിപ്പോയി രഞ്ജു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആയത്. എന്തായാലും പാതിരാത്രി എഴുന്നേറ്റ് ഡ്രസ്സ് മാറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. വേറെ എന്തൊക്കെയാണ് നടന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഞാനൊന്ന് മുഖം കഴുകട്ടെ എന്നും പറയുകയാണ്. അപ്പോഴേക്ക് രഞ്ജു ചായ അവിടെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് ഗോവിന്ദ് മുഖം കഴുകിയിട്ട് കണ്ണാടിയിലേക്ക് നോക്കി. അപ്പോൾ കിഷോർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോവിന്ദന് ഓർമ്മ വന്നു. സാറും മേഡവും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്ന് വരെ മേഡം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ് ഒന്നും കൂടെ ആലോചിച്ചു. ഇല്ല, ഗീതു ഒരിക്കലും അങ്ങനെ അവനോട് പറയില്ല. ഇത് അവൻ തന്നെ ഉണ്ടാക്കി
പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. എടാ കിഷോറെ, എന്നെയും ഗീതുവിനെയും തമ്മിൽ തെറ്റിക്കാൻ, അവളെ എന്നിൽ നിന്നും അകറ്റാൻ നീ ചെയ്യുന്ന ചതിയാണിതെന്ന് എനിക്കറിയാം. വെറുതെ വിടില്ല ഞാൻ നിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആലോചിക്കുകയാണ്. അപ്പോഴേക്കും രഞ്ജു, എന്താ ഏട്ടാ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല രഞ്ജു, ചായതാ എന്നും പറഞ്ഞുകൊണ്ട് ചായ മേടിച്ച് കുടിക്കാനൊരുങ്ങുമ്പോഴേക്കും, അല്ല ഗീതു എവിടെ? അറിയില്ല ഗോവിന്ദേട്ടാ, ഗീതു പുറത്തു പോകുന്നത് കണ്ടു എന്ന് കാഞ്ചന പറഞ്ഞു. പുറത്തേക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പെട്ടെന്ന് മൊബൈൽ എടുത്ത് വിളിച്ചു. ഗീതു ഫോൺ എടുക്കുന്നില്ലല്ലോ. ഗോവിന്ദേട്ടൻ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് പോവാം. അപ്പം കാഞ്ചന പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. കാഞ്ചന കാഞ്ചന എന്നെ മാമ, ഗീതു എവിടെ? എങ്കിട്ട ഒന്നും സൊല്ലല്ലേ. പിന്നെ പുറത്തു പോയി. ഗീതു എന്താ ഫോൺ എടുക്കാത്തത്? അത് പിന്നെ സ്കൂട്ടർ ഓടിക്കുമായിരിക്കും. സ്കൂട്ടർ ഓടിക്കുന്നോ എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും രാധിക താഴെ നിന്ന് എത്തി നോക്കുക. ഗോവിന്ദ് ഗീതുവിനെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഗീതുവിനോട് ചോദ്യം ചോദിക്കാനായിരിക്കും അവൻ അന്വേഷിക്കുന്നത്. കിഷോർ കാരണം ഇന്നത്തോടെ ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കും. പക്ഷേ ഗീതുവിനെ ഒഴിച്ചു വിടുമ്പോൾ രഞ്ജു മുന്നിൽ നിൽക്കുകയാണല്ലോ. ഇവളെ എങ്ങനെ ബാധയെന്നൊന്ന് ഒഴിപ്പിച്ചു വിടും? ഗോവിന്ദൻ്റെ ജീവിതത്തിൽ ഒരാളും ഉണ്ടാവാൻ പാടില്ല. ഞാൻ മാത്രമാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അമ്മ മാത്രം. ഈ രണ്ടാനമ്മയുടെ സ്നേഹം കൊടുത്ത് അവൻ്റെ സ്വത്തുക്കളെല്ലാം ഞാൻ തട്ടിയെടുക്കും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്നൊക്കെ രാധിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും ഗോവിന്ദ്, ഗീതു ഗീതു എന്നാ മാമ ഇത്? ഗീതു പാപ്പ വണ്ടി എടുത്തോണ്ട് പോയിന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും വിളിക്കുന്നത്? എന്നാലും അവളെന്ത് പണിയാണ് കാണിച്ചത്? പുറത്തേക്കൊന്നും ഒറ്റയ്ക്ക് പോകരുതെന്ന് പറഞ്ഞിട്ട് അവളെന്തിനാ വണ്ടി എടുത്തുകൊണ്ട് പോയത്? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കൂട്ടറിൽ പോകണ്ടാന്ന്. എന്നിട്ടും അവൾ സ്കൂട്ടറിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇവളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വീണ്ടും മൊബൈൽ എടുത്തു. എന്നിട്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഗീതു എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മാമ, ഗീതു പാപ്പ സ്കൂട്ടർ ഓടിക്കുമായിരിക്കും, അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പം രഞ്ജു ചോദിക്കുക, ഗോവിന്ദേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഗീതു ചെറിയ കൊച്ചൊന്നുമല്ലല്ലോ. പിന്നെ ഗീതുവിന് നന്നായിട്ട് ലോകത്തെ പറ്റി അറിയാം. ഗീതു വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ പോട്ടെ, അതിനിപ്പോൾ എന്താ ടെൻഷൻ? രഞ്ജു, നീ പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അവൾക്കെതിരെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്തായാലും അവൾ ഒറ്റയ്ക്ക് പോയത് ശരിയായില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ എടുത്ത് അജാസിനെ വിളിക്കുക. ഹലോ അജാസ്. എന്താ സാർ? ഗീതു ആരോടും പറയാതെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. താനൊരു കാര്യം ചെയ്, പെട്ടെന്ന് തന്നെ ഗീതുവിൻ്റെ പിന്നാലെ പോ. ഓക്കെ സാർ, അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ഫോൺ വയ്ക്കുകയാണ്. ഈ സമയം ഗോവിന്ദനാകെ ടെൻഷനായി. ഈശ്വര, ഇതെന്തൊരു ടെൻഷനാ ഗോവിന്ദേട്ടാ, ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഗീതു കുഞ്ഞുമാവയൊന്നും അല്ലല്ലോ, അവൾ പോയിട്ടിങ്ങ് വരും. ഞാൻ പറഞ്ഞല്ലോ രഞ്ജു, ഗീതു പുറത്തു പോയാൽ ഉള്ള എൻ്റെ വിഷമം എന്താന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഗീതുവിനൊരാപത്ത് സംഭവിക്കരുത്. അവളുടെ പിന്നാലെ ഒരുപാട് ആൾക്കാരുണ്ട്. അവളുടെ പിന്നാലെ അവളെ കൊല്ലാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതാ എൻ്റെ പേടി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് താഴേക്ക് ഇറങ്ങി ഓടും. അപ്പോഴേക്ക് രാധിക അവിടെ നോക്കും, ഇവൻ എന്താ ആരെ ഈ അന്വേഷിക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തായാലും ഗീതുവിനെ അന്വേഷിക്കുക. അവൾ പേടിച്ചിട്ട് രാവിലെ തന്നെ മുങ്ങിയെന്നാ തോന്നുന്നേ. എടി ഗീതു, എന്നാലും നീ ഗോവിന്ദനെ ചതിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് ഇനി നിന്നോടുള്ള ദേഷ്യം കൂടുവടി. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഗോവിന്ദന് നിന്നെ ഒരിക്കലും അംഗീകരിക്കാനോ സ്നേഹിക്കാനോ പോകുന്നില്ല. ഞാനും എൻ്റെ മോനും ആഗ്രഹിച്ചതുപോലെ AGM-ഉം അറക്കൽ തറവാട്ടിലെ സ്വത്തുക്കളും എല്ലാം എനിക്ക് സ്വന്തം. എന്തായാലും ഇനി ഗീതുവിനെ ഇവിടെ നിന്നും ഒഴിച്ചുവിട്ടതിന് ശേഷം അടുത്തത് രഞ്ജുവിനെ ഓടിക്കാനുള്ള വഴി നോക്കണം. രഞ്ജു ആരാണ്, എന്തിനു വന്നു, ഗോവിന്ദൻ്റെ പഴയ കാമുകിയാണോ എന്നൊക്കെ കണ്ടുപിടിച്ചേ മതിയാവും. ഗീതുവിനെ ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ഈസിയായിട്ട് ഓടിക്കാം. പക്ഷെ രഞ്ജു അവൾ ഇത്തിരി വാശി കൂടിയ കൂട്ടത്തില്ല. അതുകൊണ്ട് പണം കൊടുത്തൊന്നും അവളെ ഒഴിവാക്കാൻ പറ്റില്ല. ഗീതുവിനെ പോലെ തന്നെ വളരെ ബുദ്ധിപരമായി തന്നെ വേണം ഇവളെയും ഒഴിവാക്കാൻ. ഡിവോഴ്സിൻ്റെ ആവശ്യമൊന്നും വേണ്ടി വരില്ല. പക്ഷെ എന്നാലും കൊല്ലുക എന്നല്ലാതെ വേറെ വഴിയുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും കാഞ്ചന, കണ്ടോ രഞ്ജു പാപ്പ, ഞാനേ ഗീതുവിനോട് ചോദിച്ചു ഗോവിന്ദ് മാമാക്ക് ചായ കൊടുക്കുന്നില്ലേന്ന്. അപ്പോൾ ഗീതു എന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ? ചായയും കാഫിയും ഒക്കെ കുഞ്ചു കൊടുത്തോളൂന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം വന്നു. എന്നായാലും രഞ്ജുവിനെ കുഞ്ചു എന്നൊക്കെ വിളിച്ചല്ലോ, പാവം. അല്ല കുഞ്ചു, സോറി, അല്ല രഞ്ജു പാപ്പ, ഗീതു പാപ്പ ഗോവിന്ദ് മാമക്ക് ചായ കൊടുത്തോ? ചായയൊക്കെ കൊടുത്തു. എന്നാലും ഗോവിന്ദ് മാമക്ക് ഗീതു പാപ്പാവോടുള്ള സ്നേഹം കണ്ടില്ലേ? പക്ഷെ ആ സ്നേഹം എത്രയൊക്കെ ആയാലും രഞ്ജു പാപ്പാവെ പോലെ വരില്ല. രഞ്ജു പാപ്പ എന്നാ കളറാ, എന്തൊരു ഹൈറ്റാ, നല്ല ഭംഗിയുമാ, നല്ല സുന്ദരി. നിങ്ങൾ രണ്ടുപേരും നല്ല കപ്പിൾസാട്ടോ, നല്ല രസമുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചന രഞ്ജുവിനെ സോപ്പിടുക. സത്യമായിട്ടും ഗോവിന്ദ് മാമാവും നീങ്ങളും താ അളക് ജോഡി, ജോഡി പൊരുത്തം താ 10ൽ 10. അത് കേട്ടതും
സത്യം എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന നിൽക്കുക. ഈ കാഞ്ചനയ്ക്ക് സോപ്പിടാൻ നന്നായിട്ട് അറിയാം എന്നും ആലോചിച്ചുകൊണ്ട് രഞ്ജുവും ചിരിക്കുകയാണ്. ഗോവിന്ദേട്ടൻ എൻ്റെ ഏട്ടനല്ലേ, എൻ്റെ പൊന്നാങ്ങള, അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഗോവിന്ദേട്ടൻ എങ്ങനെ എൻ്റെ ജോഡിയാവുന്നേ? എൻ്റെ ഏറ്റവും സ്നേഹം കൂടിയ ഏട്ടനാ എൻ്റെ ഗോവിന്ദേട്ടനെ പോലെ ഒരു ഏട്ടനെ കിട്ടിയതിൽ ഞാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രഞ്ജു നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.